ആ പറടാ. എന്താണ് ഓരോ പരിപാടികള്? നന്നായ ഒന്ന് പോടാ, എന്ത് പരിപാടി? അങ്ങേ രാവിലെ തന്നെ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് കോച്ച് വിളിച്ച് കിടപ്പുണ്ട്. ഇപ്പൊ കുക്കിങ്ങിലാണ്, മേക്കിംഗ് കഞ്ഞി. എടാ ഞാൻ വിളിച്ചതേ, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും വേണോ? പൊന്നു മോനെ, തുള്ളി മദ്യം കിട്ടൂ. ഇന്നത് കൊണ്ടുവന്നത് നീയാണ് എൻ്റെ ദൈവം. എടാ നിന്റെ അമ്മാവനെ അവിടെ അല്ലേ? നീ സാധനങ്ങൾ എത്തിക്കാൻ നോക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം. ഓക്കേടാ. എടാ ഞാൻ അവിടെ എത്താനേ ഒരു 2 മണിക്കൂർ എടുക്കും. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? കുറച്ച് സേർട്ട് വാങ്ങിച്ചോ, സ്റ്റോക്ക് തീർന്നു. എടാ നിനക്ക് ലഹരി അല്ലാതെ വേറൊന്നും വേണ്ടേ? കഴിക്കാൻ വല്ലതും വേണോ? ലഹരിയാണ് മോനെ ഇവിടെ ഏക ആശ്വാസം. ഓക്കേടാ. ഗൂഗിൾ മാപ്പ് മൂഞ്ചിച്ചളിയാ. നീ ഇപ്പം എവിടെയാ? ഞാനൊരു ട്രാൻസ്ഫോമറിന്റെ അടുത്താക്കണ്. ആ അതന്നെ അതന്നെ, ആ വഴി തന്നെ, നീ വാ. ശരി. എടാ നീയാകെ ചടച്ചല്ലോടാ. മനസ്സിനൊരു സുഖം വേണ്ടളിയാ. സുഖം നീ അത് വിടറാ. ചേട്ടാ എന്തിനാടാ ഈ പഴയതൊക്കെ ആലോചിച്ചിട്ട് വെറുതെ എങ്ങനെ? എടാ ഇന്നലെ ഞാൻ വീഡിയോ കണ്ടളിയാ. അവന്മാർ 3-4 ക്യാമറയൊക്കെ വെച്ച് എല്ലാ ആംഗിളും ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നു കാലന്മാര്. ഇന്നത്തെയും കൂട്ടിയിട്ട് 1256 കമന്റ്. അതൊക്കെ നീ കറക്റ്റായിട്ട് എണ്ണി വെച്ചിട്ടുണ്ടല്ലേ? വെറുതെ ഒരു ടൈം പാസ്. ചേട്ടാ എനിക്കതല്ല, ഈ അമ്മാവനെ കൊണ്ടാണ് തൊരക്കിട്. മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വല്ല സാമ്യവും. നീ ആ സാധനം എടുക്ക്. അതൊന്നുമില്ല. ഒരു മിനിറ്റ് മറന്നു. ആത്മാവിന് പോകാം. ഓക്കെ ശരി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ആവശ്യങ്ങളേ ഉള്ളൂ. എന്തൊരു കള്ളക്കടത്ത്? ഒന്നുമില്ല, ഒരു ഫ്രണ്ട് വന്നതാ. ഫ്രണ്ട് എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് കുറച്ച് അച്ചാർ കൊണ്ടുവന്നമ്മ. മനസ്സിലായി. അച്ചാർ കുപ്പി താഴെ വീണ് പൊട്ടണ്ട, സൂക്ഷിച്ചു കൊണ്ടുപോയിക്കോ. അപ്പൊ ഇതാണല്ലേ പരിപാടി? കണ്ടല്ലേ? കണ്ടു. ആരോടും പറഞ്ഞാട്ടാ? ഇല്ല. ശരിക്കും നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി എന്താ പരിപാടി? അടിച്ചു പൊളിക്കാൻ വന്നതാണോ? അമ്മാവൻ വളരെ ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യനാ. അപ്പൊ മനു ഡീസന്റ് അല്ല അല്ലേ? അങ്ങനല്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് ചുറ്റികളെയും പരിപാടികളൊക്കെ ആയിട്ട്. ശരി, നടക്കട്ടെ. തട്ടുമ്പുറത്ത് ഗീതേ. കോപ്പ് ഇത് ഇടത്തേക്കാലായിരുന്നു വലത്തേക്കാലായിരുന്നു. ബാബാ അവിടെ കണ്ട ബുക്ക്.